ആവേശകരമായ ചമ്പക്കുളം മൂലം വള്ളംകളി രാജപ്രമുഖൻ ട്രോഫി ചെറുതന പുത്തൻചുണ്ടന്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റേതാണ് ചെറുതന ചുണ്ടൻ. ഷൈജു ചേരുന്നുണ്ട്. ഷൈജു, ആവേശകരമായൊരു മത്സരമായിരുന്നോ? സച്ചിൻ, തീർച്ചയായും. കാരണം വള്ളംകളി മഹോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന വള്ളംകളിയാണ് ചമ്പക്കുളം മൂലം ജലോത്സവം. ചരിത്രപ്രസിദ്ധമായ മൂലം ജലോത്സവം തുടങ്ങുന്നതോടുകൂടി കേരളത്തിൽ ജലോത്സവത്തിന് തുടക്കം കുറിക്കും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതുകൊണ്ട് തന്നെ ഈ മത്സരം അത്യാവേശത്തിലായിരുന്നു. ഒന്നാം ഹിറ്റ്സിൽ നടുഭാഗം ചെറുതന പുത്തൻചുണ്ടനും, അതോടൊപ്പം തന്നെ രണ്ടാം ഹിറ്റ്സിൽ ആയാപ്പാണ്ടി UBC കൈനകരിയും ചമ്പക്കുളവും തമ്മിൽ ഏറ്റുമുട്ടി. വള്ളങ്ങൾ തമ്മിൽ മുട്ടിമുട്ടിയതിനെ തുടർന്ന് തർക്കമുണ്ടായി. പക്ഷേ രണ്ടാമത് മത്സരം നടത്താൻ തീരുമാനിച്ചിരുന്നെങ്കിലും ഹീറ്റ്സിൽ ചമ്പക്കുളത്തെ വിജയായി പ്രഖ്യാപിക്കുകയായിരുന്നു. അതിന്റെ കാരണം ആയാവർമ്മ പാണ്ടി തുഴയാൻ തയ്യാറാകാത്തതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ രാജപ്രമുഖൻ ട്രോഫി നേടിക്കൊണ്ട് ജേതാവായത് ചെറുതന പുത്തൻചുണ്ടനാണ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റേതാണ് ചെറുതന പുത്തൻചുണ്ടൻ. ഇതോടുകൂടി ഇനി സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ ജലോത്സവം അരങ്ങേറും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജലോത്സവം പുന്നമടക്കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി ജലോത്സവമാണ്. അത് ഓഗസ്റ്റ് മാസമായിരിക്കും നടക്കുക. അതിന്റെ തീയതി സംബന്ധിച്ച് ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ഓഗസ്റ്റ് 30 എന്നൊരു തീരുമാനം സർക്കാരും അതോടൊപ്പം തന്നെ ബോട്ട് സൊസൈറ്റിയും തമ്മിലുള്ള നടക്കും. ഏതായാലും നെഹ്റു ട്രോഫി ജലോത്സവം അടക്കമുള്ള ജലോത്സവങ്ങളായിരിക്കും ഇനി സംസ്ഥാനത്തുണ്ടാവുക.